ബാച്ചിലറാണ്. എനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ല. എനിക്ക് സ്ത്രീകളില്ല. ബാച്ചിലർ ആയതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ട്രാൻസ്പോർട്ട് വിസയെ പറ്റി. ട്രാൻസ്പോർട്ട് വിസ ഞാൻ അമ്പലത്തിലെ പോറ്റിയാണ്. എല്ലാ ദിവസവും കിഴക്കേക്കോട്ട വരുന്നുണ്ട്. പൗടിക്കോണ ബസ് കിട്ടുന്നുണ്ട്. ചില ദിവസം പൗടിക്കോണ 5:30 വെളുപ്പിലെ എനിക്ക് 6:30 അമ്പലം എത്തിയാൽ മതി. 5:30 മുഖ്യ ദിവസം പൗടിക്കോണം വരാറില്ല. അവിടുത്തെ ഇപ്പം വരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ബസ് 700 രൂപ പറയുകയാണെങ്കിൽ കിട്ടുന്ന ബസ്സിൽ ശ്രീകാര്യത്തിറങ്ങാം. നമുക്ക് ഈ പുരുഷന്മാർക്ക് കൂടെ ഫ്രീ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നില്ലേ? എനിക്ക് പ്രശ്നമില്ല. എനിക്ക് 50 രൂപ വരും. എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല. എനിക്ക് വണ്ടി ഓടിക്കാൻ അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഈ ബസ് വണ്ടി പൗടിക്കോണ ബസ് 5:30 ബസ് ഇല്ലെന്ന് 5:15 പറയുകയാണെങ്കിൽ ശ്രീകാര്യ ബസ്സിൽ കയറി അവിടെ ഇറങ്ങും. അവിടെ 6 മണിക്ക് മുമ്പ് എത്താം. അല്ല ചേട്ടാ, ഞാൻ ചോദിക്കുന്നതേ, ഈ സ്ത്രീകൾക്ക് മാത്രം സൗജന്യ യാത്ര കൊടുത്താൽ മതിയോ? പുരുഷന്മാർക്കും വേണ്ടേ? ഞാനും മുതിർന്ന പോലെന്നാ. മുതിർന്ന സീറ്റിൽ എല്ലാ സ്ത്രീകളാണ് ഇരിക്കുന്നത്. അവർ ഒഴിഞ്ഞ് മാറി തരുന്നില്ല. ഇത് പ്രശ്നമുണ്ട് എനിക്ക്. എൻ്റെ മുതിർന്ന പോരനെ പറയത്തുള്ള 69 വയസ്സായി. മുതിർന്ന പോരന് സ്ത്രീകളാണ് ഇരിക്കാൻ മുതിർന്ന മാറി തരുന്നില്ല. നമുക്ക് അഭാസം അവർ വഴക്കും. ഞാൻ വഴക്കിന് പോകുന്നില്ല. അല്ല, സ്ത്രീകളെ മാത്രം പരിഗണിക്കാതെ ഈ മുതിർന്ന പൗരന്മാർക്ക് കൂടെ ഈ ഫ്രീ യാത്ര കിട്ടിയാൽ കൊള്ളാമായിരുന്നു. സാധ്യത കുറവാണ്. എനിക്ക് ബസ് കിട്ടാതെ വളരെ ബുദ്ധിമുട്ടുണ്ട്. ഈ പുറത്തെ വെളുപ്പിലുള്ള ബസ്. ഇന്നത്തെ പ്രതികരണങ്ങളൊക്കെ വളരെ രസകരമാണെന്ന് തോന്നുന്നു. എന്തായാലും ബസ് വരണം എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹം ആദ്യം പറഞ്ഞു തുടങ്ങുന്നത് ഞാനൊരു ബാച്ചിലറാണ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. പക്ഷേ ഏതാണ്ട് ബൈറ്റിൻ്റെ അവസാനത്തേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരിയായിട്ടുള്ള പ്രായം പറയുന്നത് എനിക്ക് 69 വയസ്സുണ്ട്. അപ്പോൾ ബാച്ചിലറല്ല, ക്രോണിക് ബാച്ചിലറാണ്. അദ്ദേഹത്തിന് ക്ഷേത്രത്തിൽ പോകണം. ക്ഷേത്രത്തിലെ പൂജാരിയാണ്. അദ്ദേഹം പറയുന്നത് സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് എന്തെങ്കിലും കൊടുക്കുന്നതിനൊന്നും ഞാൻ എതിരല്ല. എൻ്റെ പ്രശ്നമേ അതല്ല. എൻ്റെ പ്രശ്നം തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ടയിൽ നിന്ന് പൗടിക്കോണത്തേക്ക് കൃത്യമായിട്ടുള്ള വണ്ടി നിങ്ങൾ വിടണം എന്നുള്ളതാണ്. സമയത്ത് വരണമെന്നുള്ളതാണ്. ഇതിപ്പം സമയത്ത് ഇനിയിപ്പോൾ ആ വണ്ടി ഇല്ലെങ്കിൽ അതൊന്ന് നേരത്തെ പറയണം. കാരണം പുള്ളിക്ക് ശ്രീകാര്യത്തിറങ്ങി, തിരുവനന്തപുരം നഗരത്തിലുള്ളവർക്കറിയാം, ശ്രീകാര്യത്തിൽ ഇറങ്ങിയ ശേഷം പൗടിക്കോണത്തേക്ക് അങ്ങ് പോകുന്നതിന് വേണ്ടിയിട്ടാണ്. അതാകുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല എന്നാണ്. വലിയ പരാതിയൊന്നുമില്ല, വളരെ നോർമലായിട്ടുള്ള. പിന്നെ മുതിർന്ന പൗരന്മാർക്ക് അദ്ദേഹം പറഞ്ഞ വളരെ പ്രത്യേകിച്ചൊരു കാര്യമുണ്ട്. മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിട്ടുള്ള സീറ്റുകൾ ആളുകൾ ഒഴിഞ്ഞു കൊടുക്കാറില്ല എന്നുള്ളൊരു പരാതി അദ്ദേഹം പറയുന്നുണ്ട്. അത് ഗൗരവത്തിലെടുക്കേണ്ട. അങ്ങോട്ട് ചോദിച്ചത് പറഞ്ഞതാണ്. അതെ അതെ, കൺസേൺ ഒന്നുമല്ല. അദ്ദേഹത്തിനോട് നമ്മൾ ഈ സൗജന്യ യാത്രയെക്കുറിച്ച് നമ്മുടെ ബിനോയ് ഇങ്ങനെ തിരിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.